അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നല്ല മഴയാണല്ലേ, നല്ല മഴയാണ് ഇവിടെയും തന്നെ. ഇനിയിപ്പോൾ എന്താ പറയുക, കാറ്റും മഴയും ഒക്കെ ഉണ്ട്. കാറ്റ് വല്ലാതൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വന്നിക്കണതേ, ഈ നല്ല മഴക്കാലമാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് ഒരു നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് രാവിലെയാണ് കേട്ടോ, നേരെ വെളുത്തിട്ടുള്ളൂ. ഇതാക്കണ എമിക്കുട്ടനുണ്ട് എൻ്റെ അപ്പം വന്നിക്കണ്. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റാൽ തന്നെ വന്നുകാണ്ട് എമിക്കുട്ടൻ്റെ ഒരു ഹായ് പറഞ്ഞ. സുഖാണോ ചോദിച്ചാ? എമിക്കുട്ടന് സുഖാണ് പറ. ടാറ്റാ. അപ്പോൾ എമിക്കുട്ടനും എൻ്റെ അപ്പം പിന്നെ നെയ്ച്ചോറും പിന്നെ ബീഫുണ്ട്, ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ കൂടുകയാണ്. ഇല്ല എമിക്കുട്ടൻ കൂടൂലേ? കൂടുവോ? എമിക്കുട്ടൻ എന്തിനാ കൂടുക എമിക്കുട്ടാ? അപ്പോൾ എന്താ പറയുക, നേരം വെളുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ചായയും കടിയൊക്കെ ഉണ്ടാക്കിക്കണ്. അപ്പോൾ നമ്മളെ പെട്ടെന്ന് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കണത് എങ്ങനെ, ആ ഒരു വീഡിയോ കാണിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ശരിക്കും നമ്മൾ എന്താ പറയുക, കല്യാണത്തിനൊക്കെ കഴിക്കണ ആ നെയ്ച്ചോറിൻ്റെ അതേ ടേസ്റ്റിലാണ് നമ്മളിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിക്കൊരു ബീഫ് കറി, ഇത് രണ്ടുമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക, നമുക്ക് വീഡിയോ കാണാം. പിന്നെ എൻ്റെ വീട്ടിലിതാ ഇത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഉണ്ടായിരിക്കുന്നത്, നിറച്ച് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാവും ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊക്കെ, അതിൻ്റെയൊക്കെ കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുക എല്ലാവരും. അപ്പോൾ അതാ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഗ്യാസുമ്മലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ പുതിയൊരു കടായിയാണ് ഇട്ടത്. അപ്പോൾ ഈ കടായിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കുറച്ച് നെയ്യൂടെ. അപ്പം മിൽമേൻ്റെ നല്ല നെയ്യാണ് കേട്ടോ, 2-3 ടീസ്പൂൺ നെയ്യും ആ ഇത്തിരി വെളിച്ചെണ്ണ, അതിൽ തന്നെയാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അധികം നെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ നെയ്യിൽ നമ്മൾ ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ച് കോരും, അതുപോലെ തന്നെ ഉള്ളിയും തന്നെ പൊരിച്ചുങ്ങാണ്ട് ഇങ്ങോട്ട് കോരും കേട്ടോ. എന്നിട്ട് ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഏക്കാരം ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. പിന്നെ അവനവൻ്റെ വാങ്ങണ അരിക്കനുസരിച്ച് നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് കൂടാനും കുറയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാസന ഉള്ളൊരു അരിയാണ് കേട്ടോ. വാസനിക്കുമ്പോൾ തന്നെ നല്ലൊരു നെയ്ച്ചോറിൻ്റെ മണമുള്ളൊരു അരിയാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാനൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ അരി വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ചിക്കൻ കറി അല്ല, ചിക്കൻ കറി അല്ല, ഇവിടെ എമിക്കുട്ടനുണ്ട്, അത് ഊരണ്ട. അപ്പോൾ എമിക്കുട്ടനുണ്ട് കേട്ടോ ഇവിടെ, അതാണ് എമിക്കുട്ടൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഞാനിതാ അത് പൊരിച്ച് കോരിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളിയും കൂടി അങ്ങ് ഇട്ടിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ. ഉള്ളി നല്ലോണം വാട്ടിയല്ല, നല്ലോണം പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എമിക്കുട്ടൻ്റെ കൂടെ അങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഉള്ളി പെട്ടെന്നൊന്നും വഴന്ന് കിട്ടൂല. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ട് വഴറ്റാൻ പാടില്ല കേട്ടോ, അല്ലാതെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ ഉള്ളി. എന്നിട്ട് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കോരിയെടുക്കുക ചെയ്യുക. ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി കോരിയെടുത്തു. അണ്ടിപ്പരിപ്പ് മുന്തിരി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ അണ്ടി മുന്തിരി കുറച്ചുള്ളതുകൊണ്ട് ഞാനിട്ടു. ഇനി ഇതിങ്ങനെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരുക. എന്നിട്ട് നമുക്ക് ഈ നെയ്യ്, ഇപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ 2-3 ടീസ്പൂൺ നെയ്യോ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചെടുത്തത്. അപ്പോൾ അതിൽ നമ്മളിതിട്ട് പൊരിച്ച് കോരി, ഇനി നമുക്ക് ആ നെയ്യ്ക്ക് നമുക്ക് കറുകാപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ കുറച്ച് ഓരോ നുള്ളാണ്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ ചോർക്കാണ് ഇത്രയും എടുക്കുന്നത്. പിന്നെ ആ ഒരു ഇലയുണ്ട് കേട്ടോ, അത് നമുക്ക് ഇട്ട് കൊടുക്കുക. അത് എന്നിട്ട് നമുക്ക് ഈ എണ്ണയിൽ, ഈ വെളിച്ചെണ്ണയിൽ നെയ്യാണ് കേട്ടോ, ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടിയാണല്ലോ. അപ്പം ഇനി മുഴുവനും നെയ്യ് എടുക്കുകയാണെങ്കിൽ നെയ്യ് എടുത്തോണ്ടി, വെറും വെളിച്ചെണ്ണയാവരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഒന്നിങ്ങോട്ട് ചൂടായിട്ട് ഒരു നല്ല മണം വരും കേട്ടോ. അതോളം ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക, നമ്മൾ ഈ കടായിൽ തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത് ആ അരി വേവാനുള്ള വെള്ളം, ഓരോ അരിക്കും പല വേവാവും. അപ്പോൾ ഈ ഇല അതിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഇല ഇട്ടാൽ നല്ലൊരു മയാണ്. അതൊന്നും കൊണ്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം കളന്ന് പാരണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ അരിൻ്റെ പിന്നെ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലക്കാണ് ഞാൻ ഇതിലേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അരി അളന്നിട്ടുണ്ട്, ആ അരിക്കനുസരിച്ച്
ഒരു നാഴി അരി എടുക്കുകയാണെങ്കിൽ 1.5 നാഴി വെള്ളം അങ്ങനെ അളന്നെടുത്താൽ മതി. ഏത് അരിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ, പിന്നെ ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പ് പാകത്തിനാവണം. ഉപ്പൊക്കെ നമ്മളെ ഈ ചോറിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് ഇത് വെള്ളം പിന്നെ ഇട്ടാൽ വെള്ളം പെട്ടെന്ന് തിളക്കും കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് വെള്ളം തിളക്കും. തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇടാൻ പോകണം. അപ്പോൾ കണ്ടോ നല്ല അടിപൊളി അരിയാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലുള്ള ഒരു അരിയാണ്. അപ്പോൾ അതാ പുറത്ത് നല്ല മഴ ശക്തമായി പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ അരി നല്ലോണം കഴുകിയത് ഇതിലേക്ക് വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേരാൻ പാടില്ല. വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിൽ വെള്ളം ചേർന്നാൽ കഴിഞ്ഞ് നമുക്ക് പോവാം. ഇനി അവിടെ നിൽക്കട്ടെ എമ്മിക്കുട്ട, വെള്ളം കഴിഞ്ഞാൽ എന്നാ ബാ എമ്മിക്കുട്ട ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ ഇതെന്താ ചെയ്യുക, പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. തിളച്ചതിന് ശേഷം ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഇങ്ങോട്ട് വറ്റും കേട്ടോ. വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഇതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം തിളച്ചാൽ. ഇനി നമ്മളിതൊന്നും ചെയ്യേണ്ട. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ കുറച്ച് നെയ്യിലാണ് ഈ ചോറ് വെക്കണം. അപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ അത് വറ്റി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വെന്തൊന്ന് നോക്കാം, ഉപ്പൊക്കെ പാകമുണ്ടോ നോക്കാം. ഉപ്പൊക്കെ അല്ലെങ്കിൽ പാകം തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മറിച്ച് ശരിയാക്കിയിട്ട് ഒന്നും കൂടെ ഒന്നുകൊണ്ട് അടച്ച് വെക്കട്ടോ. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ചോറ്. അപ്പോൾ അത് പെട്ടെന്ന് വേവേറിനൊരു സൈസ് അരിയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചൂട് ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊരിച്ചതൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടാണ്ട് അടച്ചാണ് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ വിളമ്പാൻ നേരത്ത് ഓരോ സൈഡിൽ ഇങ്ങനെ കുത്തി കുത്തി ഇളക്കി വിളമ്പുക ചെയ്യുക. അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആവി പോവാതെ അടച്ചാണ് വെക്കുക. കഴിക്കാൻ നേരത്ത് മാത്രം ഇത് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ ആവും എല്ലാവരും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി വെളിച്ചെണ്ണയും പകുതി പിന്നെ നെയ്യും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ബീഫ് ഉണ്ട് കേട്ടോ. ഒലിയത്തിൻ്റെ ഇറച്ചി കിട്ടിയത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും തന്നെ ഞാൻ കുക്കറിലാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി വാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം പാകത്തിന് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഉള്ളി ഒന്നും വാടിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ നമുക്ക്. അപ്പോൾ ഇവിടെ മക്കളുണ്ട്, അതുകൊണ്ടാണ് ഈ ഒറ്റ വിളിയൊക്കെ മോൾട്ടിയും പിന്നെ എനിക്കുട്ടനും ഉണ്ട് കേട്ടോ. അവരുടെ ഒറ്റ വിളിയാണ് അപ്പോൾ ഇതിലിങ്ങനെ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളി, 1 കിലോ ബീഫാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതൊക്കെ ചതച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം പിന്നെ ചതപ്പും ഇട്ടിട്ട് നമുക്ക് എല്ലാ മസാലകളും നമുക്ക് ഇതിലേക്ക് ഇളക്കിയിട്ട് ഇറച്ചി അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചാൽ ഒലിയത്തിൻ്റെ ഇറച്ചി ആയാലും നല്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളയ ഇറച്ചിയാവും. നല്ല മൂക്കൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ നല്ലോണം ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ. കറിവേപ്പില എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റിൻ്റെ രാജാവാണ് കേട്ടോ കറിവേപ്പില അറിയുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെല്ലാ മസാലയും, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും പൊടികളിലെ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും നമ്മൾ ഇടൂലേ, ഇതൊക്കെ ഇട്ട് നല്ലോണം ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി. പിന്നെ ഈ മല്ലിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വൈറലായിട്ടുള്ള മല്ലിപ്പൊടി കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇറച്ചിയിൽ മീനിലും ഈ മല്ലിപ്പൊടി ഇട്ടാൽ. എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇറച്ചി ഇതിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് വെള്ളം കുറവായതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ വേവാനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചാൽ പിന്നെ നമ്മളെ പെട്ടെന്ന് നമ്മളെ ബീഫ് കറി റെഡിയാവും. അപ്പോൾ നെയ്ച്ചോർക്ക് ഈ ഇറച്ചിൻ്റെ ഒരു ചാറൊക്കെ വേണം. വെറും വരട്ടാവുമ്പോൾ ഒരു ചോറിനൊരു നനവുണ്ടാവില്ലല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കി കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിൽ വിസിൽ വന്നാൽ ഒരു 5-6 വിസിൽ വന്നാൽ നമ്മൾ ഇറച്ചി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ ഒരു 5-6 വിസിൽ വന്നാൽ നമ്മളെ ഇറച്ചി പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം എന്താ പറയുക, ഇത്
കുക്കറാകുമ്പോൾ നല്ല പ്രഷറുള്ള കുക്കറാണ്, നല്ല കുക്കറാണ് കേട്ടോ. കുക്കറിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഇറച്ചി കണ്ടപ്പോൾ വെന്തൊക്കുമ്പോൾ ഇങ്ങനെയായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ നെയ്ച്ചോറും ബീഫ് കറിയും റെസിപ്പി നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ വീഡിയോയിൽ നിങ്ങളെ കമൻറ്റുകൾ എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയുള്ള അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ടാറ്റാ.